വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്താ? ടാറ്റു അടിക്കാൻ പോകും. ആർക്ക്? പിന്നെ കടിക്കണം. എനിക്ക് അതെ, പൂമണിക്കും അനിരുദ്ധനും ടാറ്റു അടിക്കണം എന്ന് പറഞ്ഞ് രാവിലെ നമ്മുടെ അടുത്ത് എന്നെ വിളിച്ചു. അപ്പോൾ നമ്മൾ കുറേ ടാറ്റുവിന്റെ വീഡിയോ ഒക്കെ നോക്കി ഒരു സ്റ്റുഡിയോയിൽ വിളിച്ചിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്. നോക്കിയിട്ടില്ലേ? ഇപ്പൊ ടാറ്റു ഏത് അടിക്കണമെന്നൊന്നും നോക്കിയിട്ടില്ല. ടാറ്റു അടിക്കണമെന്ന് രാവിലെ അവർക്ക് തോന്നിയത്. അപ്പൊ പൈസ ഉണ്ട്. അപ്പൊ ടാറ്റു അടിച്ച് ലുക്ക് ആവണമെന്ന് പറഞ്ഞേക്കുന്നത്. ഞങ്ങൾ ഇപ്പോഴും എത്തിയിട്ടില്ല. അതെ, ഞങ്ങള് കൊറേ നേരമായിട്ട് ടാറ്റു അടിക്കേണ്ട ഐഡിയാസ് ഒക്കെ നോക്കി, ഒന്നും ആയില്ല. 2-3 എന്തൊക്കെയോ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അവിടെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ അടിക്കും തോന്നുന്നു. അടിക്കുമായിരിക്കും. അതെ, നമ്മള് പൈപ്പ് ലൈൻ ജംഗ്ഷൻ എത്തിയില്ല. അതെ, പൈപ്പ് ലൈൻ ജംഗ്ഷൻ ഇവിടെ മെട്രോയുടെ പണി നടക്കുന്നുണ്ടേ. ഭയങ്കര തിരക്കാണ്, ഭയങ്കര ബ്ലോക്കാണ്. വാഴക്കാലൊക്കെ നല്ല ബ്ലോക്കായിരുന്നു. വോൾക്സ്വാഗന്റെ വണ്ടിയിൽ ഈ മാപ്പ് മര്യാദയ്ക്ക് കാണുന്നില്ല. അതിന് നാവിഗേഷൻ സെറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. മൊട്ട അടിക്കാൻ പോവാണോ ഗൈസ്? ഞങ്ങള് ഏതോ ഇൻസ്റ്റൈൽ സ്റ്റുഡിയോന്റെ പാർക്കിംഗ് കിട്ടിയില്ല, നമുക്ക് മാറ്റാം. അതെ, ഇവിടെ വേറെ ഒരു പാർക്കിംഗ് കിട്ടും, പക്ഷെ അവിടെ പാർക്കിംഗ് കിട്ടിയില്ല. ഇവിടെ നമ്മളെ വണ്ടി മാറ്റാൻ പറഞ്ഞോ? എന്ത് ശാന്തമായ ഉറക്കം! ഏത് ശാന്തമല്ല, ശാന്തത. കൊടുങ്കാറ്റിന് മുമ്പുള്ള ശാന്തത അത്. ഒരുപാട് ബോൾഡ് ആയിരുന്നു കഴിഞ്ഞാലും ഇത് അത്യാവശ്യം ചെറുതാക്കിട്ടല്ലേ ചെയ്യണം. ഒരുപാട് ബോൾഡ് ആയിട്ട് എടുക്കുവോ? എന്നോട് ചോദിക്കില്ല. പേടിയാവുന്നുണ്ടോ? എനിക്കെന്താ പേടി? നിനക്ക് പേടിയുണ്ടോ? നമ്മളിപ്പോ KR ബേക്കേഴ്സിലാണ്. KR ബേക്കേഴ്സിന്റെ ഇക്കൽ എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റ്. ഇക്കലിലാണ്. അപ്പോൾ നമ്മള് ടാറ്റു, അതെ, പൂമണി നമ്മള് അവിടെ വന്നു ടാറ്റു ചെയ്യാൻ വേണ്ടി ഡിസൈനൊക്കെ കൊടുത്തു. അപ്പോൾ ഉച്ചയായി. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് തുടങ്ങാമെന്ന് പറഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ പുറത്തേക്ക് വന്നു. അപ്പോൾ KR ബേക്കേഴ്സിൽ കയറി പാലാരോട്. അവൻ എക്സ്പ്രഷനിലാണ് എടുത്തത്. നല്ല വായ നോട്ടത്തിലായിരുന്നു ഇതൊക്കെ. നീ പിന്നെ ആരെ വായ നോക്കി? ആണോ? അവര് കാണട്ടെ. അപ്പൊ നമ്മള് എന്തൊക്കെ ഓർഡർ ചെയ്ത്? ഒരു ചട്ടിച്ചോറ്, 2 ചട്ടിച്ചോറ് ഓർഡർ ചെയ്ത. 2 ചട്ടിച്ചോറ്, ഒരു ചിക്കൻ ബിരിയാണി, ഒരു പിസ്ത ഷേക്ക്, ഒരു ഓറഞ്ച് ജ്യൂസ് ഓർഡർ ചെയ്തത്. നമ്മൾ ഓർഡർ ചെയ്ത ചിക്കൻ ബിരിയാണി, ചട്ടിച്ചോറ്, ഇവിടെ ഒരു ചട്ടിച്ചോറ് എല്ലാം വന്നിട്ടുണ്ട്. ഒരു പപ്പടം കയ്യിൽ വെച്ച് കഴിക്കുന്നില്ലേ പോണി? നല്ല വിശപ്പുണ്ട്. ഞാൻ ബിരിയാണി കഴിക്കാൻ പോകുന്നത്. എത്രയായി? നിക്ക്, ഇതായിരുന്നു എടുക്കേണ്ടത്. ഇല്ല, അതെടുത്തില്ല. നല്ല സ്ക്രിപ്റ്റ്. ഓ മാൻ, ചട്ടിച്ചോറ് എത്രയാ? 300. ചട്ടി എടുക്കാൻ പറ്റുമോ വീട്ടിലേക്ക്? 300 രൂപ ഒരു ചട്ടിച്ചോറിന്. ചാനലിൽ മോണിറ്റൈസേഷൻ എനേബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ബില്ല് അജിത്ത് കൊടുക്കും. മോണിറ്റൈസേഷൻ എനേബിൾ ആയിട്ട് ഞാൻ കൊടുക്കും.
എന്താ സ്റ്റെപ്പ് എടുത്താ? ഇതാണ് ആദ്യത്തെ ടാറ്റു അടിച്ചത്. മ്യൂസിക് ഇസ് മൈ ലൈഫ്. അതെ. അല്ല അത് ഉറങ്ങിപ്പോയില്ലേ, ഉറക്കത്തിൽ അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇതാണ് രണ്ടാമത്തെ ടാറ്റു പഠിക്കുന്നത്. ഇത് അതെ റോമൻ റോമൻ ലെറ്റേഴ്സാണ്. റോമൻ ലെറ്റേഴ്സ് റോമൻ അല്ലേ? അല്ല എന്തോ ഒരു സാധനം ചൈനീസ് സിമ്പിൾ. ഇത് തോന്നി പേൻ എടുക്കുന്നുണ്ടോ? പേൻ ഉണ്ടോ? അഭിനയിക്കുന്ന നീ. നീ ഏതാ ടാറ്റു അടിക്കണേ? ഏതാ അടിക്കണേ ടാറ്റു? ഏത് സിമ്പിൾ അത്? ഫാസ്റ്റ് പറ. ഓ ഫാസ്റ്റ് ഡസ് നോട്ട് ഈക്വൽ ടു ദ ഫ്യൂച്ചറാ. ആണ് ഇവൻ സെലക്ട് ചെയ്ത ടാറ്റു. അതെ പഴയ ഞാൻ പഴയതെല്ലാം പോണം, പുതിയത് വരണം എന്നാണ് ടാറ്റു. ഫാസ്റ്റ് ഡസ് നോട്ട് ഈക്വൽ ടു ദ ഫ്യൂച്ചർ എന്നാണ് അങ്ങനെ പറയുന്നു. എന്തത് ഈക്വൽ ടു ടാറ്റു? ആ പ്രസന്റ് ഒന്നും എല്ലാം മൊത്തത്തിൽ മൂഞ്ചിയല്ല ഈക്വൽ ഇട്ടിട്ട് വെട്ടി വെച്ചേക്കുന്നത്. കാണിക്ക്. പൂമണി പിയേഴ്സിങ് ചെയ്യാൻ പോകുന്ന ചെവിയില് വേദന ഉണ്ടാവില്ലെന്നാണ് പറഞ്ഞത്. പക്ഷെ നല്ല പേടിയുണ്ട്. ഗണ്ണ് വെച്ചിട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞത്. പക്ഷെ ഗണ്ണ് ഇല്ലാത്തതുകൊണ്ട് ഒരു കോമ്പസ് എടുത്തിട്ടുണ്ട്. ഇപ്പൊ ഒറ്റ കുത്തകട്ട് കുത്തു. വേനില്ലേ? ഇത്ര ഉള്ളോ? പക്ഷെ ഞാൻ ഓർത്ത് കുറച്ചും കൂടെ ഉണ്ടാവുന്നുണ്ട്. ഹൗ യുവർ എന്തൊക്കെയോ പറയുന്നുണ്ട്. എങ്ങനെയുണ്ട്? നല്ല സുഖമുണ്ടോ? പിയേഴ്സിങ് ചെയ്തു, സ്റ്റഡൊക്കെ അടിച്ചിട്ടാ. ടാറ്റു ഒക്കെ അടിച്ച് എന്തൊക്കെയോ അടിച്ചിട്ടുണ്ട്. കിട്ടി 10,000 രൂപ ചെലവായി. പിന്നെ 2 PS പ്രൊമോഷൻ ഒന്നുമില്ല. കയ്യിൽ 10,000 മേടിച്ചിരിക്കുന്നു. അതെ 8,000 ബില്ല്. പക്ഷെ 10,000. അതെ 10,000 രൂപ മേടിച്ചിട്ടുണ്ട്. ടാറ്റു അടിച്ചോ? 3 ഇന്ത്യ കാണിച്ചേ. വിളിച്ചിറക്കിയോണ്ടില്ല, ദേഹം മൊത്തം അടിക്കാതിരിക്കും. അതെ പൂമണി കൊറേ അടിക്കണം. അതും പിന്നെ 2 പിയേഴ്സിംഗ് ഒക്കെ ചെയ്തു. കമന്റ് 2 ഓയിൻമെന്റും കിട്ടി. അപ്പോ നമ്മൾ ഇവിടുന്ന് ഇറങ്ങാൻ പോവാ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോ ബൈ.